ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ കോണ്ടന്റ് നമ്പറാണ്, സ്ട്രേഞ്ചിനെസ് കോണ്ടന്റ് നമ്പർ. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിളുകൾക്ക് അസൈൻ ചെയ്യുന്ന കോണ്ടന്റ് നമ്പറാണ് സ്ട്രേഞ്ചിനെസ് കോണ്ടന്റ് നമ്പർ. വാട്ട് ഈസ് സ്ട്രേഞ്ച് ബിഹേവിയർ ഇൻ പാർട്ടിക്കിൾ ഫിസിക്സ്? Strangeness is in the sense that those particles will produces in strong interaction and decays in weak interaction. അതായത് ആ ചില പാർട്ടിക്കിളുകൾ സ്ട്രോങ് ഇൻട്രാക്ഷനിലൂടെ ആയിരിക്കും ഉണ്ടാവുക, ഡീക്കേ ചെയ്യുന്നത് എന്തിൽ കൂടി ആയിരിക്കും? വീക്ക് ഇൻട്രാക്ഷൻ. അതൊരു സ്ട്രേഞ്ച് ബിഹേവിയർ ആണ് അക്കോർഡിംഗ് ടു പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ അത്തരം പാർട്ടിക്കിളുകൾക്കാണ് എന്ത് ചെയ്യുക? സ്ട്രേഞ്ചിനെസ് അസൈൻ ചെയ്യുക, സ്ട്രേഞ്ചിനെസ് കോണ്ടന്റ് നമ്പർ. those particle which shows strange behavior is called as strange particle, and they are assigned with a quantum number called as strangeness quantum number. It is represented by the letter S. അപ്പോൾ സ്ട്രേഞ്ച്നെസ് ബിഹേവിയർ കാണിക്കുന്നതിന് നമ്മൾ സ്ട്രേഞ്ച്നെസ് കോണ്ടന്റ് നമ്പർ 0 ആവില്ല. സ്ട്രേഞ്ച്നെസ് ബിഹേവിയർ കാണിക്കാത്ത പാർട്ടിക്കിൾ, ഉദാഹരണത്തിന് പ്രോട്ടോൺ, ന്യൂട്രോൺ, അതൊന്നും സ്ട്രേഞ്ച് ബിഹേവിയർ കാണിക്കൂല. അതുപോലെ പയോണുകൾ കാണിക്കൂല. അതുകൊണ്ട് അവയൊക്കെ എന്താണ്? അവയുടെ സ്ട്രേഞ്ച്നെസ് കോണ്ടന്റ് നമ്പർ 0 ആണ്. ഇനി അതിൻ്റെ ഓരോന്നിനും സ്ട്രേഞ്ച്നെസ് കോണ്ടന്റ് നമ്പർ നോക്കാം. കയോൺ ഇവിടുത്തെ ലിസ്റ്റിൽ നോക്കിയാൽ മതി. ഈ ക്ലാസിഫിക്കേഷൻ കാണാതെ എന്തായാലും പഠിക്കണം. അപ്പോൾ ഇവിടെ ഇത് രണ്ടും, പ്രോട്ടോണും ന്യൂട്രോണും സ്ട്രേഞ്ച്നെസ് 0 ആണ്. അതുപോലെ പയോണിൻ്റെ സ്ട്രേഞ്ച്നെസ് 0 ആണ്. S = 0. ഇതിന് 0 ആണ്, ഇതിന് 0 ആണ്, ഇതിൻ്റെ 0 ആണ്, ഇതിൻ്റെ 0 ആണ്, ഇതിൻ്റെ 0 ആണ്. പിന്നെ ബാക്കിയുള്ള ഇത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എന്താണ്? -1 ആണ്. ഇതിൻ്റെതോ -1, ഇതിൻ്റെയോ -1, ഇതിൻ്റെതോ -2, ഇതിൻ്റെയോ -2, കയോണിൻ്റെതോ +1, ഇവിടെ +1. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഒമേഗ മൈനസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെത് -3 ആണ്. ഇതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ എന്തായിരിക്കും? ആൻറ്റി പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവിടെ +1 ആൻറ്റി പാർട്ടിക്കിൾ, അതായത് സിഗ്മ പ്ലസ് ബാർ, -0 ബാർ, അത്ര. അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ ആണെങ്കിൽ ഇവിടെ +1, സ്ട്രേഞ്ച്നെസ് +1 +1 +1, ഇവിടെ -2 എന്നുള്ളത് +2 ആവും, ഇവിടെ +2 ആകും. 0 ഉള്ളത് 0 തന്നെ, ഇവിടെ -1 ആവും ഇതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണ് അത് നോക്കുക. അപ്പോൾ ഈ ടേബിൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിച്ച് പോകാനുള്ളൂ. നമ്മളാണ്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ, ടേബിളുമ്പോൾ തന്നെ എഴുതുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഒന്നും കൂടി ഓർക്കാൻ പണിയുണ്ടാവും. കണ്ടില്ലേ? ഏതാണ്? പ്രോട്ടോൺ, ന്യൂട്രോണൊക്കെ 0 ആണ്, പയോണിക്സിന് 0 ആണ്. പിന്നെ ബാക്കിയുള്ളതിന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെത് സിഗ്മ പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ 0 -1 ആണ്. ആ മൂന്നെണ്ണത്തിനും -1 ആണ്. അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ +1 ആണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളതിൻ്റെ -2 ആണ്. അതിൻ്റെ ഇപ്പുറത്തുള്ളതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ +2 ആണ്. ഒമേഗ മൈനസിൻ്റെ -3 ആണ്. അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ +3 ആണ്. കയോൺസിൻ്റെത് +1 ആണ്. അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ -1 ആണ്. അപ്പോൾ +1 ആണ് ഇതിൻ്റെ സ്ട്രേഞ്ച്നെസ് കോണ്ടന്റ് നമ്പർ എങ്കിൽ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ -1 ആയിരിക്കും. പിന്നെ λ0 ഹൈപ്രോൺ, ഇതൊരു ഹൈപ്രോൺ എന്ന് അതിനെ വിളിക്കുക. എന്താ? അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ +1. ആ ടേബിളിൽ നേരാണ്ട് എഴുതി വെച്ചാൽ മതി നിങ്ങൾ ഒന്നും കൂടി ഇതിനു വേണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നേരത്തെ ലെപ്റ്റോൺ കോണ്ടന്റ് നമ്പറിൻ്റെയും ബാരിയോൺ കോണ്ടന്റ് നമ്പറിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇതിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ്? നമുക്കൊരു പ്രോസസ്സ് അലോഡ് ആണോ അല്ലയെന്ന് എന്ത് നോക്കിയാൽ മതി? അതിൻ്റെ ലെപ്റ്റോൺ കോണ്ടന്റ് നമ്പറും ബാരിയോൺ കോണ്ടന്റ് നമ്പറും നിർബന്ധമായും കൺസേർവ്ഡ് ചെയ്യണം, എന്നാലേ ഇത് അലോഡ് ആവുള്ളൂ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യാമെന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതെന്താണ്? ആ പ്രോസസ്സ് അലോഡ് അല്ലാന്ന്. അന്നതുപോലെ അലോഡ് ആണെന്ന് പറയണമെങ്കിൽ ബാരിയോൺ നമ്പർ കൺസേർവ് ചെയ്യണം,
ലെപ്റ്റോൺ നമ്പർ ക്വാണ്ടം നമ്പർ കൺസർവ് ചെയ്യണം, പിന്നെ ചാർജ് കൺസർവ് ചെയ്യണം. അതൊക്കെ നമ്മൾ നോക്കണം. അലോഡ് അല്ല എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഏതെങ്കിലും ഒന്ന് കൺസർവ് ചെയ്താൽ തന്നാൽ മതി. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഉറപ്പിക്കാം അത് ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് അലോഡ് അല്ല. പിന്നെ അപ്പോൾ ഇവിടെ സ്ട്രേഞ്ചിനെസ് ക്വാണ്ടം നമ്പറിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രേഞ്ചസ് ക്വാണ്ടം നമ്പർ ഈസ് കൺസർവ്ഡ് ഇൻ സ്ട്രോങ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസ്. സ്ട്രോങ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. സ്ട്രോങ്ങിലും ഇലക്ട്രോമാഗ്നറ്റിക്കിലും മാത്രമേ കൺസർവ്ഡ് ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. വീക്കിൽ ചിലപ്പം കൺസർവ് ചെയ്യപ്പെടാം, ചിലപ്പം വയലേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ വീക്ക് ഇൻട്രാക്ഷൻ തന്നിട്ട് അതിൽ സ്ട്രേഞ്ചിനെസ് ക്വാണ്ടം നമ്പർ കൺസർവ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അത് അലോഡ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, വീക്കിൽ അത് കൺസർവ് ചെയ്യപ്പെടാനും അല്ലാതിരിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ സ്ട്രോങ്ങിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക്കിൻ്റെ നമുക്ക് സ്ട്രേഞ്ചിനെസ് ക്വാണ്ടം നമ്പർ നോക്കിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൺസർവ്ഡ് ആണെന്ന് നോക്കാൻ എന്ത് ചെയ്യുക, RHSലെ സമ്മ് നോക്കുക, LHSലെ സമ്മ് നോക്കുക. രണ്ട് ഈക്വൽ ആണെങ്കിൽ കൺസർവ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത്, P+N goes to N പ്ലസ് P+N goes to N plus sigma 0 plus x. ഈ റിയാക്ഷനിൽ എക്സ് എന്താണെന്ന് ചോദിച്ചത് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കുക, നമ്മൾ ആദ്യം എക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയുന്ന ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചാൽ മതി. ക്വാണ്ടം നമ്പേഴ്സ് ഇങ്ങനെ എല്ലാം അറിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏതാണെന്ന്. അപ്പോൾ ആദ്യം ചാർജിൻ്റെ എഴുതി നോക്കുക. ചാർജ് എഴുതി നോക്കുകയാണെങ്കിൽ +1 ആവണം. പീൻ്റെത് +1, പ്രോട്ടോൻ്റെ +1, ന്യൂട്രോണിൻ്റെ 0, ന്യൂട്രോണിൻ്റെ 0. ഇതിൻ്റെ മേലത്തെ 0 ഉണ്ടാൽ തന്നെ ചാർജ് 0 എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇത് എന്തായാലും +1 ആവണം, എന്നാലേ കൺസർവ് ചെയ്യുള്ളൂ. ചാർജ് എല്ലായിടത്തും കൺസർവ് ഇടാം. അപ്പോൾ നമുക്ക് നമ്മുടെ അൺനോൺ പാർട്ടിക്കിളിൻ്റെ ചാർജ് +1 ആണെന്ന് കിട്ടി. അപ്പോൾ അത് മാത്രം പോരാ, അടുത്തത് നോക്കണം. +1 ഉള്ള പല പാർട്ടിക്കിളുണ്ടല്ലോ. +1 ഉള്ള ഒരു പാർട്ടിക്കിൾ മാത്രമാണെങ്കിൽ ഇത് മാത്രം മതി, ആ പാർട്ടിക്കിളാണെന്ന് പറയാം. പക്ഷേ +1 ഉള്ള ഒരുപാട് +1 ചാർജുള്ള ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി അടുത്ത ക്വാണ്ടം നമ്പർ ചെക്ക് ചെയ്യുക. L 0. അപ്പോൾ L 0 ആണെങ്കിൽ ഇവിടെ എന്തായാലും L 0 ആവണം. അപ്പോൾ ഇതിൻ്റെ ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു ലെപ്റ്റോൺ അല്ല, നോട്ട് എ ലെപ്റ്റോൺ. അടുത്ത ക്ലൂ കിട്ടി. ചാർജ് +1 ഉള്ള ലെപ്റ്റോൺ അല്ലാത്തൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ അത് മെസോൺ ആവാം, ബാരിയോൺ ആവാം. ഇപ്പോൾ അത് ബാരിയോൺ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ബാരിയോൺ ക്വാണ്ടം നമ്പർ എഴുതി വെക്കുക. പീൻ്റെ പ്രോട്ടോണും ന്യൂട്രോണും ബാരിയോൺ, അപ്പോൾ രണ്ടും ഒന്ന്. ന്യൂട്രോൺ ബാരിയോൺ ആണ്, സിഗ്മ 0 ബാരിയോൺ ആണ്. അപ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 2. അപ്പോൾ ഇതെന്തായാലും 0 ആണ്. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് എ ബാരിയോൺ. അപ്പോൾ ഇതെന്താണ്, പിന്നെ എന്താ സാധ്യത, ലെപ്റ്റോൺ അല്ല, ബാരിയോൺ അല്ല, പിന്നെ ഏതാണ് സാധ്യത, മെസോൺ ആയിരിക്കുന്നത്. മെസോൺ ഏതാന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, മെസോണിലും പൈ ഉണ്ട്, കെ ഉണ്ട്. അപ്പോൾ അതിന് സ്ട്രേഞ്ചിനെസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. +1 ചാർജ് ഉള്ള ഒരു മെസോണാണ്. അപ്പോൾ അതിന് സ്ട്രേഞ്ചിനെസ് ചെക്ക് ചെയ്ത് നോക്കുക. സ്ട്രേഞ്ചിനെസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ പ്രോട്ടോണിൻ്റെ സ്ട്രേഞ്ചിനെസ് എന്താ, 0, കാരണം സ്ട്രേഞ്ച് പാർട്ടിക്കിൾ അല്ല. ന്യൂട്രോണിൻ്റെ 0, സിഗ്മ 0ൻ്റെ -1 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രേഞ്ചിനെസ് എന്തായാലും +1 ആവണം, കാരണം ഇപ്പുറത്ത് 0 അല്ലേ. ഇപ്പുറത്ത് 0 ആണെങ്കിൽ ഇത് +1 ആണ്. സ്ട്രേഞ്ചിനെസ് +1 ഉള്ള ഒരു എന്താണ്, ഒരു മെസോണാണിത്. അപ്പോൾ ഇത് നമുക്ക് ക്ലൂ ഇത്ര മതിയോ, ക്ലൂ. സ്ട്രേഞ്ചിനെസ് +1 ഉള്ള മെസോൺ ഏതാ, ഇവിടെ നോക്കാം നമുക്ക്. സ്ട്രേഞ്ചിനെസ് +1 ഉള്ള മെസോണ് നമ്മുടെ ടേബിൾ നോക്കിയാൽ ഇതിലിപ്പോൾ ഏതിനാ, നേരത്തെ നമ്മൾ എഴുതി വെച്ചല്ലോ. സ്ട്രേഞ്ചിനെസ് +1 ഉള്ള മെസോണ്. ഇതിലിപ്പോൾ ഏതാ മെസോണ്, ഇത് മെസോണാണ്, ഇതും മെസോണാണ്. സ്ട്രേഞ്ചിനെസ് +1 ഉള്ള മെസോൺ ഏതാ, ഇതാണ്, K+K0. K+K0 ഇതിലേതോ ഒന്നാണ്. പക്ഷെ നമുക്കറിയാം ചാർജ് എന്താണ്, +1 ആണെന്ന്. അപ്പോൾ ഏതാ, ഇത് മാത്രമാവാനേ സാധ്യതയുള്ളൂ അവിടെ. അപ്പോൾ ആ പാർട്ടിക്കിൾ, അൺനോൺ പാർട്ടിക്കിൾ ഏതായിരിക്കും, എന്തായിരിക്കും അൺനോൺ പാർട്ടിക്കിൾ എന്തായിരിക്കും, K+ ആയിരിക്കും, കയോൺ. അപ്പോൾ ആ എല്ലാ ക്വാണ്ടം നമ്പർ എഴുതി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രേഞ്ചിനെസ് ക്വാണ്ടം നമ്പർ.
അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്, സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എല്ലാ പ്രോസസ്സിലും കൺസർവ്ഡ് അല്ല. ഇറ്റ് ഈസ് we can't say it is conserved in all process, but we can say it is conserved in strong and electromagnetic. വീക്ക് പ്രോസസ്സ് ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, മേ ഓർ മേ നോട്ട്. സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായിക്കണം. കാരണം എന്താ, ഇവിടെ ലെപ്റ്റോൺസിൻ്റെ എണ്ണം എന്താണ്, ഇത് സ്ട്രോങ് ആണെന്ന് നമ്മളിങ്ങനെ ഉറപ്പിച്ച്, ഇതിൽ സ്ട്രേഞ്ച്നെസ് കൺസർവ്ഡ് ആവണമെന്ന് നമ്മളെങ്ങനെ ഉറപ്പിച്ചത്, കാരണം ഇവിടെ ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ ഒരു ലെപ്റ്റോണും വരാൻ പാടില്ല. അപ്പോൾ therefore ലെപ്റ്റോൺ ഉണ്ടെങ്കിലാണ് അത് വീക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വീക്കിൻ്റെ നമ്മൾ ആ കോളം നോക്കിയല്ലോ, ഫസ്റ്റ് നമ്മളൊരു കോളം ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ ഈ കോളത്തിൽ നോക്കിയാൽ വീക്ക് ഇൻട്രാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളാണ് എന്ത്, ലെപ്റ്റോൺസ്. അപ്പോൾ ലെപ്റ്റോൺസിന് ഒരിടത്ത് കണ്ടാൽ അതെന്താണ്, വീക്ക് ഇൻട്രാക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അപ്പോൾ പിന്നെ അങ്ങനെ വീക്ക് ഇൻട്രാക്ഷനാണെന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ സ്ട്രേഞ്ച്നെസ് ചെക്ക് ചെയ്യണതിന് ഒരു അർത്ഥമില്ല. വീക്ക് അല്ലാന്ന്, ലെപ്റ്റോൺസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് സ്ട്രോങ്ങോ ആണ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ആണ്. രണ്ടിലും സ്ട്രേഞ്ച്നെസ് കൺസർവ്ഡ് ആണ്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, ഫോട്ടോൺ ഒരു പ്രോസസ്സിൽ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, അത് ഇലക്ട്രോമാഗ്നറ്റിക് പ്രോസസ്സാണെന്ന് ഉറപ്പിക്കാം. ആ സമയത്ത് നമുക്ക് എന്ത് സ്ട്രേഞ്ച്നെസ് അപ്ലൈ ചെയ്യാൻ പറ്റും, കൺസർവേഷൻ. ഓക്കെ, പിന്നെ ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് strangeness quantum number. Thank you.